Dear students, all of you are welcome to this class on fluid mechanics and pneumatics. Now let us discuss the last chapter, last portion included in the first module, that is total pressure and buoyancy. So what is total pressure? Total pressure means it deals with the submerged bodies. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡി, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബോഡി. അപ്പോൾ ഒരു ബോഡി, ഒരു സർക്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ്, ഇതൊക്കെ വെള്ളത്തിൽ ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മേലെ ചുറ്റുപാടുമുള്ള ലിക്വിഡ് ചെലുത്തുന്ന ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇൻറ്റു ഏരിയ ഓഫ് ദ സബ്മർജ്ഡ് ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ പ്രഷർ. Total pressure. This is the term first I introduced, total pressure. So total pressure means it is defined as the force exerted by a static fluid on a surface, either plane or curved, when the fluid comes in contact with the surface. അപ്പോൾ ഒരു വെള്ളത്തിൽ ലിക്വിഡിൽ സ്റ്റാറ്റിക് ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്ന ഒരു പ്ലെയിനോ കർവഡോ ആയിട്ടുള്ള ഒരു സർഫസ്, ആ സർഫസിൻ്റെ മേലെ ചുറ്റുപാടുമുള്ള ലിക്വിഡ് ചെലുത്തുന്ന ഫോഴ്സിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഒരു ഏരിയ, ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ്, ആ പ്ലേറ്റ് മൂന്ന് രീതിയിൽ ഈ സബ്മർജ്ഡ് ആവാം. മൂന്ന് രീതിയിൽ സബ്മർജ്ഡ് ആവാം. എങ്ങനെയൊക്കെ ആവാം? ഒന്ന് ഹൊറിസോണ്ടലായിട്ട് കിടക്കാം, മറ്റൊന്ന് വെർട്ടിക്കലായിട്ട് കിടക്കാം, മറ്റൊന്ന് ഇൻക്ലൈൻഡ് ആയിട്ടും കിടക്കാം. ഹൊറിസോണ്ടലായിട്ട് കിടക്കാം, വെർട്ടിക്കലായിട്ട് കിടക്കാം, ഇൻക്ലൈൻഡ് ആയിട്ടും കിടക്കാം. ഇൻക്ലൈൻഡ് ആയിട്ട് അപ്പോൾ ഈ മൂന്ന് കേസാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ പ്രഷർ ഓൺ എ സബ്മർജ്ഡ് ബോഡി വെൻ ദ ബോഡി ഈസ് സബ്മർജ്ഡ് വെർട്ടിക്കലി, ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ്. സോ ദർ ആർ ത്രീ കേസസ്: ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, vertical plane surface and inclined plane surface. So see the slide, a rectangular plate or a rectangular plane surface submerged in a liquid horizontally. Horizontal submerged ചെയ്ത് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജോമെട്രിക്കൽ സെൻറ്ററാണ്. അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിലേക്ക് ആയിക്കഴിഞ്ഞാലും ആ പ്രതലത്തിലെ ഏത് പോയിന്റിലേക്ക് ആയിക്കഴിഞ്ഞാലും ലിക്വിഡ് ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത്, അതാണ് എക്സ് ബാർ എന്ന് പറയൽ. എക്സ് ബാർ അത് സെൻട്രൽ ഗ്രാവിറ്റിയിലേക്കാണ് എടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ കേസ് ആയതുകൊണ്ട് അതിൻ്റെ ഏത് പ്രതലത്തിലെ ഏത് പോയിന്റിലേക്ക് എടുത്താലും സെയിം തന്നെയാണ് എക്സ് ബാർ. അപ്പോൾ ആ ഫ്രീ ലിക്വിഡ് സർഫസ് നിന്ന് ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിലേക്കുള്ള ഡെപ്ത് എക്സ് ബാർ ആണെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എ ഇൻറ്റു എക്സ് ബാർ അതായിരിക്കും. എ മീൻസ് ഏരിയ ഓഫ് ദ പ്ലെയിൻ സർഫസ്, ഏരിയ ഓഫ് ദ പ്ലെയിൻ സർഫസ്. എക്സ് ബാർ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സർഫസിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, സ്പെഷ്യലി സെൻട്രൽ ഗ്രാവിറ്റി പോയിന്റിലേക്ക് ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത് എക്സ് ബാർ. ദെൻ റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. സോ ടോട്ടൽ പ്രഷർ ആക്ച്വലി ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എക്സ് ബാർ. ഇതാണ് അതിൻ്റെ ഡെറിവേഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ. Then vertical plane surface, a plane surface immersed in a liquid vertically. Vertical plane surface ആകുമ്പോൾ ഒരു പ്ലെയിൻ സർഫസ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് എടുക്കുക. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റിലേക്ക് ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത് എക്സ് ബാർ, അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എ. ഇൻ ദിസ് കേസ് ഓൾസോ ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓർ സിംപ്ലി ടോട്ടൽ പ്രഷർ exerted by the surrounding liquid on the vertically immersed plane surface is F is equal to rho g a into x bar. ഇതാണ് അതിൻ്റെ ഒരു സ്ലൈഡ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഒരു വെർട്ടിക്കലായിട്ട് ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലെയിൻ സർഫസിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ് ബാർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്, ദ പ്ലെയിൻ സർഫസ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ് അറ്റ് ആൻ ആംഗിൾ വിത്ത് ദ ഫ്രീ സർഫസ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ആ സർഫസ് നിന്ന്, ആ ഇൻക്ലൈൻഡ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന ആ സർഫസിൻ്റെ ഒരു പ്രൊജക്റ്റഡ് പ്ലെയിൻ എടുക്കും. അതിൽ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, പ്രൊജക്റ്റഡ് പ്ലെയിൻ. ആ പ്രൊജക്റ്റഡ് പ്ലെയിൻ ഈ ലിക്വിഡ് ഫ്രീ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, അത് മാർക്ക് ചെയ്തു. ദ തീറ്റ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അതിനെയാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ സെൻട്രൽ ഗ്രാവിറ്റി പോയിന്റ് നിന്ന് ഈ പ്രൊജക്റ്റഡ് പ്ലെയിനിലേക്ക് വരച്ചെടുക്കുക. ആ പോയിന്റ്
ആ പ്രൊജക്റ്റഡ് പ്ലെയിനിലേക്കുള്ള ഡെപ്ത്, ഫ്രീ സർഫസ് എന്നുള്ള ഡെപ്ത്, അതാണ് ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ടോട്ടൽ പ്രഷർ ഓൺ ദ ഇമ്മേഴ്സ്ഡ് ഇൻക്ലൈൻഡ് സർഫസ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എക്സ് ബാർ. A is the area of cross section, area of the plane surface, and x bar is the depth to the center of gravity point on the projected plane from the free surface of the liquid. ഇതാണ് അതിൻ്റെ വേറൊരു ഫിഗർ, ഒരു സ്കെച്ച് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 കേസിലും വെദർ ഇറ്റ് ഈസ് ഹൊറിസോണ്ടലി ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ സർഫസ് ഓർ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ സർഫസ് ഓർ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്, in all these 3 cases the total pressure F is equal to rho Ga into x bar. X bar is the depth to the center of gravity point from the liquid free surface. Then now next term is buoyant force. What is buoyant force? So buoyant force means it is in connection with the Archimedes principle. Archimedes principle. That means if a body is immersed in a liquid fully or partially, then a force will be applied on the body in the upward direction. Its weight is acting in the downward direction and an upward force is acting on the body by the liquid in the upward direction. That force is called buoyant force. Archimedes principle പഠിച്ചിട്ടുണ്ടാവും. ഒരു ലിക്വിഡിൽ, ഒരു വെള്ളത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡി, ആ ബോഡിയുടെ മേലെ ഈ ലിക്വിഡ് ചെലുത്തുന്ന, മുകളിലോട്ട് ചെലുത്തുന്ന ഒരു ഫോഴ്സിനെയാണ് ബോയൻ ഫോഴ്സ്. ആ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. ആ ബോഡി പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന ലിക്വിഡിൻ്റെ വെയ്റ്റിന് തുല്യമായിരിക്കും. അതാണ്. സോ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻ ഫോഴ്സ്. Now see, bottom of the fish is deeper, so there is more force pushing upon it, a buoyant force. To understand the buoyant force, this is a sketch to clear what is buoyant force. Is the force on an object exerted by the surrounding fluid. When an object pushes water, or object il veerumbam water na push cheyunu, pushes water, the water pushes back with as much force as it can. If the water can push back as hard, the object floats. If not, it sinks. അങ്ങോട്ട് പുഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് ജലം ഫോഴ്സ് ഇങ്ങോട്ട് മേലോട്ടുള്ള ബോയൻ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ ബോഡി ഫ്ലോട്ട് ചെയ്യും, അല്ലാത്ത പക്ഷം ആ ബോഡി വെള്ളത്തിൽ മുങ്ങിപ്പോവും. അപ്പോൾ ഈ ഫിഗറൊക്കെ ഈ സ്ലൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബോയൻ ഫോഴ്സ്. ദിസ് ഈസ് ഓൾസോ എ വെരി ക്ലിയർ പിക്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദി concept of the buoyant force. When a body is immersed in a fluid, an upward force is exerted by the fluid on the body. This upward force is equal to the weight of the fluid displaced by the body and is called the force of buoyancy. മലയാളത്തിൽ പ്ലവക്ഷമ ബലം എന്നോ മറ്റും പറയുമോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണത്. ഒരു എക്സാമ്പിളാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു മനുഷ്യൻ 250 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ വൈൽ സ്വിമ്മിങ് ഇൻ ദ സീ. വെൻ ഔട്ട്സൈഡ് ഓഫ് ദ വാട്ടർ ദേ വെയ് 600 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ബോയൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദം? ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് BF, ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ. സോ വെയിറ്റ് ഇൻ എയർ 600, വെയിറ്റ് ഇൻ എയർ 600 മൈനസ് 250 is equal to 350 Newton. Though the person will float because their weight in the water is less than the buoyant force. And I will float ചെയ്ത് കിടക്കും ഇവിടെ. Then why does a ship float in water? So these are all the slides. By seeing all these slides, you can more easily understand the concept. The shape of the ship's hull causes the ship to displace a greater volume of water than a solid piece of steel with the same mass. ഒരുപാട് വെള്ളം അത് ആദേശം ചെയ്യപ്പെടും. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ വെയിറ്റിന് കണക്കായിട്ടുള്ള ഒരു ഫോഴ്സ് മുകളിലോട്ടുള്ളതുകൊണ്ട് ആ ഷിപ്പ് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ബോയൻ ഫോഴ്സ്? ഹൗ ഡു യു കാൽക്കുലേറ്റ്? BF, ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് വാട്ടർ. അത് ഡിസ്പ്ലേസ്ഡ് വാട്ടർ എത്രയാണ് എന്നുള്ളത്. ദെൻ ബോയൻ ഫോഴ്സ്, ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ, അതിൻ്റെ ഡെഫിനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് അതിൻ്റെ ഡെഫിനേഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബോയൻസ് ഫോഴ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. സോ ദിസ് ഇസ് ആൾസോ അനദർ സ്ലൈഡ് വിച്ച് ക്ലിയർലി ഷോസ്
the weight is acting in the downward direction and buoyant force is acting in the upward direction. Okay. Then what is center of buoyancy? അപ്പോൾ ഈ വെള്ളം ലിക്വിഡ് ഈ ബോഡിയുടെ മേലെ മുകളിലോട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഒരു പോയിന്റിൽ കൂടിയായിരിക്കും മുകളിലോട്ട് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. That point is called center of buoyancy. That is called center of buoyancy എന്ന് പറയും. If it's the point of the body where the force of buoyancy acts. It's always the center of gravity of the displaced liquid. ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ലിക്വിഡിൻ്റെ സെൻട്രൽ ആ ലിക്വിഡ് വോളിയം ആ വോളിയത്തിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് കൂടിയായിരിക്കും ഈ ബോയന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അതിനാണ് സെൻട്രൽ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. Now another term which is called metacenter. What is metacenter? Metacenter means നമ്മളൊരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോഡി അപ്പോൾ ആ ബോഡിക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്ന് തട്ടി നോക്കുമ്പോൾ ആ ബോഡി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ തുടങ്ങും. ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വരും അതിന്. അപ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ ബോഡി അതിൽ കിടന്നിട്ട് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ദ ബോഡി ഓസിലേറ്റ്സ് എബൌട്ട് എ പോയിന്റ്, ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. So the point about which the body starts oscillating after given a small displacement, angular displacement, that point is called metacenter. ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡി, ആ ബോഡിക്ക് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഒരു ഭാഗത്ത് തട്ടുമ്പോൾ അതിനൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വരും, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് മെറ്റാസെൻറ്റർ എന്ന് പറയാം. മെറ്റാസെൻറ്റർ, അതാണ് മെറ്റാസെൻറ്റർ. അപ്പോൾ മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്? മെറ്റാസെൻട്രിക് ഹൈറ്റ് മീൻസ് ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് സീ ദ ഫിഗർ, സാധാരണ രീതിയിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ഉണ്ടാവും. ആ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് കൂടിയാണ് ബോയൻസി ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുക. നോർമൽ ആക്സിസിലെ കൂടി തന്നെ പോകുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി. അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയത്തിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി കൂടിയാണ് ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ബി, നേരത്തെ ഉണ്ടായിരുന്ന ബി എന്ന പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് B1 എന്ന പോയിന്റിലേക്ക് പോകും. കാരണം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയത്തിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് മാറും, റൈറ്റിലേക്ക് മാറും. അപ്പോൾ അതിലേ കൂടിയാണ് സെൻട്രൽ ഓഫ് ബോയൻസി. അവിടെയാണ് സെൻട്രൽ ഓഫ് ബോയൻസി എന്ന പോയിന്റ് ബിന്ന് B1ലേക്ക് ലിഫ്റ്റ് ചെയ്യും. അതിലെ കൂടിയാണ് ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. ആ ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അത് ഇതിൻ്റെ നോർമൽ ആക്സിസിനാണ്, ഈ ബോഡിയുടെ നോർമൽ ആക്സിസിനാണ് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഈസ് മെറ്റാസെൻറ്റർ എന്ന് പറയും. ആ മെറ്റാസെൻറ്ററിന്ന് എന്ന് ഈ ബോഡിയുടെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് mg, ദാറ്റ് mg ഈസ് കോൾഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. സോ അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. സോ മെറ്റാസെൻട്രിക് ഹൈറ്റ് മീൻസ് the distance between the center of gravity g of the floating body, ആ ഓസിലേറ്റ് ചെയ്യുന്ന ആ ബോഡി അതിൻ്റെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് g, ആ ബോഡിയുടെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് g ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് ദി മെറ്റാസെൻറ്റർ. ഇപ്പോൾ മെറ്റാസെൻറ്റർ എവിടെയാണ് വരിക? സെൻട്രൽ ഓഫ് ബോയൻസി B1, ആ B1ൽ കൂടി ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അത് ഇതിൻ്റെ നോർമൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് മെറ്റാസെൻറ്റർ. ആ മെറ്റാസെൻറ്ററിലേക്ക് ഈ ബോഡിയുടെ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയൽ. സോ ദിസ് ഈസ് ദ മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇനി ഇതിനകത്ത് 2 ന്യൂമറൽസ് ആണ്. ആ ന്യൂമറൽസ് നമുക്ക് പിന്നീട് പ്രോബ്ലം ചെയ്യാം. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ടോട്ടൽ പ്രഷർ ഇൻ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്, ഇമ്മേഴ്സ്ഡ്, പ്ലെയിൻ സർഫസ്. കർവ്ഡ് സർഫസ് നമ്മുടെ സിലബസിൽ ഇല്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഈസ് ബോയൻസി, ബോയന്റ് ഫോഴ്സ്, ദെൻ മെറ്റാസെൻറ്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. സോ യു പ്ലീസ് ഗോ ത്രൂ ദ സ്ലൈഡ്സ് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് ടേംസ്. സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്, ദാറ്റ് വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.